എന്താ കൊച്ചുറങ്ങിയോ? ശരി ബൈ. അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ജിമ്മിൽ പോകാൻ ഇറങ്ങിയതാണ്. ഇന്നും അവളെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അങ്ങ് ഡീൽ ചെയ്തു. അല്ലാണ്ട് വേറെ വഴിയില്ല. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നും പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലാന്ന് മനസ്സിലായി. പിന്നെ ഇന്ന് ആകുമ്പോഴാണെങ്കിലും എഴുന്നേറ്റു ഇതൊക്കെ ചെയ്ത് വൈപ്പേഴ്സൊക്കെ മാറ്റിയിട്ട് കിടത്തി. അപ്പം ഇനിയിപ്പം ഉറങ്ങായിരിക്കണം. ഒരു 3-4 മണിക്കൂർ ചോദിച്ചപ്പോൾ എനിക്ക് ഒരു ഡ്രസ്സ് മേടിച്ച് റിട്ടേൺ ചെയ്യണമായിരുന്നു. അതിൻ്റെ പാഴ്സൽ ഞാനത് പാക്ക് ചെയ്ത് വയ്ക്കാൻ മറന്നുപോയി. ഇന്ന് രാവിലെ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതും ഞാൻ മറന്നുപോയി. അതായിരുന്നെങ്കിൽ ഇപ്പോൾ കൊടുത്തിട്ട് വരാമായിരുന്നു. കുറേ ദിവസമായി ഞാൻ റിട്ടേൺ ഇട്ടിട്ട് ഇതുവരെ ഞാൻ കൊടുത്തില്ല. കൊണ്ട് നാളെ എന്തായാലും കൊടുക്കാം. ഇത് നല്ല വെയിലുള്ളൊരു ദിവസം കേട്ടോ. നല്ലൊരു സണ്ണി ഡേയാ. ഇന്നലെയൊക്കെ എന്തൊരു ചൂടായിരുന്നെന്നറിയോ. 33 ഡിഗ്രി എന്തായാലും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ആക്ച്വലി സൺസ്ക്രീൻ ഇടാനും മറന്നു. മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നടന്നും കൂടെ അല്ലേ പോകുന്നത്. തിരിച്ച് വരുമ്പോൾ കുറച്ചും കൂടി ചൂടായിരിക്കുമെന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം ഇതാ ഞാൻ നടക്കാൻ വരുന്ന പാർക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിൽ കൂടി നടക്കുന്ന അത്ര ഒരു സുഖകരമായ പരിപാടിയല്ല. രാവിലെ ആയിട്ട് പ്രശ്നമില്ല. ഈ വേസ്റ്റൊക്കെ എടുത്ത് നമുക്ക് അത് അപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കാൻ വെച്ചാൽ ആ മരത്തിൻ്റെ താഴെ ആയത് കാരണം ചിലപ്പോൾ കാക്കയോ വേറെ വല്ല പക്ഷികളോ ഒക്കെ നമുക്ക് പണി തരാൻ ചാൻസുണ്ട്. രാവിലെ തലയിൽ സംഭാവനയുമായി നമ്മൾ നടക്കേണ്ടി വരും. അത് കാരണം ഞാൻ കഷ്ടപ്പെട്ട അപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കാൻ. ഇവിടെ വന്നപ്പോൾ എന്തൊരു സുഖം. തണലുമുണ്ട്, ഒരു തണുപ്പുമുണ്ട്, സ്മെല്ലും ഇല്ല. നമുക്കിത് ജിമ്മിലൊക്കെ ഇട്ട് കാണാം കേട്ടോ. അതുവരെ ഞാൻ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നടക്കട്ടെ. ജിമ്മ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോവാ. ഈ വെയിലത്ത് ഇനി ഒരു 20 മിനിറ്റ് നടന്നാലാണ് വീടെത്തുക. അത് കുറച്ച് ടാസ്ക്കാണ്. എന്നാലും നടന്നല്ലേ പറ്റുള്ളൂ. ഹായ്, നല്ല റോസാ കണ്ണോ. കൊള്ളാല്ലേ? ശരി, എന്നാൽ വീട്ടിൽ പോട്ടെ. ഞാൻ ജിമ്മിൽ പോയതിനെക്കാട്ടിലും ക്ഷീണമാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു. വീടെത്തി. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്കൊന്ന് അവിടെ എഴുന്നേറ്റിട്ടുണ്ടെന്ന് തോന്നണം. നോക്കട്ടെ. അച്ഛൻ മോളും കൂടി കളിക്കുക. ഹലോ, ഇവിടെ എന്ത് ചെയ്യുവാ? ഇപ്പൊ ചൂടുണ്ടോ? പിന്നെ കിങ്ക് കുടിച്ചോ? പാല് കുടിച്ചോ? പിന്നെ പാല് കുടിച്ചോ? പാല് കുടിച്ചോ? കൊച്ചു പാല് കുടിച്ചോ? എന്താ അമ്മ ഇങ്ങനെ നോക്കണ? എന്താ നോക്കണേ? എടുക്കാൻ പറ്റൂല. കൈ കഴുകിട്ട് പറ്റേ. വരണ എന്റെ അമ്മേ, ജിമ്മിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ക്ഷീണം തോന്നുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നയാ. 20 മിനിറ്റ് ഉണ്ട്. പുതിയ ഇന്നലെ മേടിച്ചത് ഇട്ടില്ല. അതും കൂടി ഇടാം നമുക്ക്.
നമുക്കിത് വാടിപ്പോയി. ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയതാ. ഇന്നലെ ഇടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല. നമ്മുടെ പാൻ പ്രശ്നമായിരുന്നു. അത് കാരണം അങ്ങനെ പ്രശ്നം എന്ന് പറയാൻ പറ്റത്തില്ല. ലൈക്ക് അവൾ ഉറങ്ങി ശരിക്കും പറഞ്ഞ, പക്ഷെ ഉറങ്ങിയാലും നമ്മളവിടെ തന്നെ വേണം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. രാവിലെ തൊട്ട് ചെറിയൊരു പനിയുണ്ട്. മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇന്ന് ജിമ്മിലേക്ക് പോയത്. ഇനി അത് എടുത്തിടാൻ വൈകി കഴിഞ്ഞാൽ ചത്തുപോകും. ആമ്പോ എന്നിട്ട് ഉറങ്ങിയില്ലേ? അവൾ ഉറങ്ങിയായിരുന്നല്ലോ. അങ്ങനെ എന്റെ ഉറക്കം പോയെന്നൊക്കെ. പറയാൻ തുടങ്ങിയതേ ഉള്ളു, അപ്പോഴേക്കും തുപ്പി. അച്ഛൻ പറഞ്ഞു അച്ഛൻ കൊടുക്കുമ്പോ തുപ്പൂലെന്ന്. അച്ഛനല്ല, ഇനി അച്ഛനാണെങ്കിൽ ഞാൻ തുപ്പൂന്ന്. നിന്നെ കണ്ടപ്പോഴാ തുപ്പിയത്. സത്യം തുപ്പിയില്ല. എന്തേ എന്തോ കൊടുത്താലും തുപ്പും കൈസ്. ഇപ്പോ സൗണ്ട് ഇടയ്ക്ക് നിന്നെ കാണുമ്പോ ഉണ്ടാക്കുന്നു. അറിയാതെ നമ്മളങ്ങ് ഇറക്കിപ്പോയി. അതിനുശേഷമാണ് തുപ്പാൻ ഓർത്തേന്നൊക്കെ. കല്ലി പിന്നെ അച്ഛനാണതേ ഫുഡ് കൊടുക്കുന്നത് രാവിലെ. ഞാൻ കൊടുത്തൊക്കെ തുപ്പുവാണ്. ഇന്നലത്തെ സെയിം ബ്രേക്ക്ഫാസ്റ്റ് ആണ് എനിക്കിന്നും. അങ്ങനെ അച്ഛ ഡ്യൂട്ടിക്ക് പോവാണ്. സഹസ്രമ്മ ദാ കിടക്കുന്നു. എടി സഹസ്രമ്മേ സഹസ്രമ്മേ. നല്ല ഒന്നാം തരം സ്ട്രോബെറി. ഈ മണമാണ് അടിപൊളി. അവള് നോക്കുന്നുണ്ട് എന്തോ. അവൾക്ക് ഇതിനെക്കാട്ടിലും അവൾ എൻജോയ് ചെയ്യുന്ന ഞാൻ കണ്ടത് ചെറി കഴിക്കുമ്പോഴാണ്. ഇത് അവൾക്ക് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. ആ ചെറി ഞാൻ ഇവൾക്ക് കൊടുത്ത ചെറി നല്ല മധുരമുള്ളതായിരുന്നു. ഇതിനത്ര അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മധുരമില്ല. ഞാൻ അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. എനിക്കില്ലേ ഇതിൻ്റെ ആ കവറ് പൊട്ടിക്കൂലേ, ആ ബോക്സിൻ്റെ മേലെയുള്ള ആ ഒരു സാധനം, എന്നിട്ട് ഇങ്ങനെ വാത്ത് നോക്കണം ആ സമയത്ത്. അപ്പോൾ ഒരു മണം വരും. അയ്യോ അടിപൊളി മണമാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ എൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇന്നലെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പം വെജീസൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം എന്നുണ്ട്. അതാകുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പം ഞാൻ ആ പടി ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവള് സീനാക്കിയിട്ട് പിന്നെ ഞാനിങ്ങ് കയറി വന്നു. പുള്ളിക്കാരിക്ക് ഇന്നലെ തീരെ വയ്യായിരുന്നു. പിന്നെ വന്ന് പാലൊക്കെ കുടിച്ചു. അവൾ കുറേ നേരം എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി. പിന്നെ ഞാൻ നിലത്ത് വെച്ചു.
അപ്പോഴും കിടന്ന് ഉറങ്ങി. പക്ഷേ ഞാൻ അവളുടെ അടുത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ അറിയണമെന്ന് അറിഞ്ഞൂടാ, അത്രയും ഡീപ്പ് സ്ലീപ്പിൽ കിടക്കുന്ന അവൾ എഴുന്നേറ്റ് വരിക. പിന്നെ ഇന്നലെ ഞാൻ ചേട്ടൻ വരുന്നത് വരെ ഈ റൂമിൽ തന്നെ അവളുടെ കൂടെ ഇരിക്കുമായിരുന്നു. ഇതേപ്പം കിടങ്ങുന്നുണ്ട്. ചെറിയ പനിയുണ്ട്. പാലിപ്പോൾ കൊടുത്തിട്ട് കുടിച്ചില്ല. ഇനി ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇനി അടുത്ത ട്രിപ്പ് മരുന്ന് കൊടുക്കാനുള്ള സമയമായി, അത് കൊടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഹാൻഡിൽ ചെയ്യട്ടെ.